കളർ തന്നെയാണ് വിഷയം. ഇന്ന് നിറങ്ങളുടെ പിന്നിലെ സയൻസിനെ കുറിച്ച് അഥവാ കളർ തിയറിയെ കുറിച്ച് സംസാരിക്കാം. കളർ തിയറിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കളർ വീലിലൂടെ പോകേണ്ടതുണ്ട്. ഒരു സർക്കിൾ രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ഒരു റെയിൻബോ ആണ് കളർ വീല്. പക്ഷേ റെയിൻബോ കളറിൽ ഒരു കളർ വീലിൽ മിസ്സായിരിക്കും. അത് ഇൻഡിഗോ ആണ്. അത് വേറെ വിഷയമാണ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ പ്രൈമറി സെക്കൻഡറി ആയിട്ട് 6 കളറുകളാണ് കളർ വീലിൽ ഉണ്ടാവുക. കളറുകൾ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ട് നമുക്ക് കളർ വീലിനെ കാണേണ്ടതുണ്ട്. കളർ വീലിൽ കാണുന്ന 6 എണ്ണത്തിൽ 3 എണ്ണം റെഡ്, ബ്ലൂ, യെല്ലോ ആണ്. ഇതാണ് പ്രൈമറി കളേഴ്സ്. മറ്റ് നിറങ്ങൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ കളർ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെയുള്ള 3 എണ്ണം ഗ്രീൻ, ഓറഞ്ച്, പർപ്പിൾ ആണ്. ഇതാണ് സെക്കൻഡറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്നത്. പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ടെർഷ്യറി കളേഴ്സ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതും കൂടെ ചേരുമ്പോഴാണ് കളർ വീൽ 12 കളറുകളുള്ള ഒരു കളർ വീലാവുന്നത്. കളറുകൾ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാനായിട്ടാണ് ഈ കളർ വീൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡിസൈൻ്റെ ഭംഗിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കളേഴ്സ്. നല്ല കളർ കോമ്പിനേഷൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നല്ല ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. നല്ല കളർ കോമ്പിനേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ കളറുകൾ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളർ വീലുകളെ കുറിച്ച് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് പോകേണ്ടത് കളർ ഹാർമണി, ടെമ്പറേച്ചർ അങ്ങനെയുള്ള വഴിക്കാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പോകാം.